ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മൂന്നാമത്തെ വീഡിയോസാണിത്. ഇപ്പോൾ രാവിലെ 7 മണിയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. നീറ്റ് ശേഷം തന്നെ ഒന്ന് ഞാൻ റൗണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. പുറത്തൊക്കെ ഒന്ന് നടക്കാറുണ്ട്. ഇതാ നമ്മുടെ ഇരുമ്പാമ്പുളിയാണ്. ഞങ്ങൾ ഇരുമ്പാമ്പുളി എന്ന് പറയും, ചിലവർ ഓർക്കാപ്പുളി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇത്തവണ നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്, മാഷാ അല്ലാ. ഇത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് ആസ്വദിക്കാറുണ്ട് കേട്ടോ രാവിലെ തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയിലാണ്. അപ്പോൾ ഇന്ന് മാക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒരു പാസ്ത പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് തന്നെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മാക്രോണി വെന്ത് കഴിഞ്ഞാൽ നല്ലോണം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ളത്. പിന്നെ ഞാൻ 2 ഒനിയന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒനിയന് നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവുള്ളതായാലും എരിവില്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എരിവുള്ളതാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ഒറിഗാനോയും ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ചില്ലി സോസ് ഒഴിക്കുക, സോയ സോസൊക്കെ ഒഴിക്കുക. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇതും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൽ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതെല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച മാക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു 2-3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഡിങ്കനെ തൊട്ടപ്പറമ്പിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. നമ്മുടെ വീട്ടിൽ വളർത്തണ തന്നെയാണ്. നല്ല റേറ്റിനൊക്കെ ചോദിച്ചതാണ്. തൽക്കാലം വിൽക്കാനൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ ആള് മൂക്കയറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ അതൊന്നും വേണ്ട. ഇതിന് ആള് ഉഷാറാണ്. ഫുള്ള് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻഷാ അല്ലാ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഫസ്റ്റാണെന്ന്, വീട്ടിലല്ല നാട്ടിലത്തെ ഫസ്റ്റാണ്. അപ്പോൾ വന്നതിൻ്റെ ശേഷം വീട്ടിലൊന്നും കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഒരുപാട് വർഷമായിട്ട് പഴക്കമുള്ള വീടാണ്. എൻ്റെ വീട് വില്ലന്നൂരാണ് കേട്ടോ. വില്ലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ വന്ന വശം തന്നെ ഒന്ന് കറങ്ങി നടക്കുകയാണ്. വീടിൻ്റെ ചുറ്റുപുറമൊക്കെ ഒന്ന് കണ്ടിട്ട് ആസ്വദിച്ച് നടക്കുകയാണ്. ഉമ്മാടെ കുറേ ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ മേലെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നടക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ ഓരോരുത്തരായിട്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഫസ്റ്റായ കാരണം എല്ലാവരും ഉണ്ട് വീട്ടിൽ. അതാ കുഞ്ഞിപ്പാടെ മോൻ്റെ കുട്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടില്ലേ, അവരാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ വരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് എല്ലാവരും ചോറ് കഴിക്കുന്ന തിരക്കിലാണ്. അനിയന്മാരുണ്ട്, മോനുണ്ട്, താത്താടെ മോളുടെ കുട്ടിയുണ്ട്. ആ പച്ച ഷർട്ട് ഇട്ട് എൻ്റെ ഉപ്പയാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ അമ്മായിയാണ്, ഉപ്പാടെ ചെറിയ പെങ്ങള്. അമ്മായി ചോറ് വിളമ്പുന്ന തിരക്കിലാണ്. എല്ലാവരും ഉണ്ട്, എല്ലാ ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണിത്. ഇത് ആ കാണുന്ന വീട് എൻ്റെ കുഞ്ഞിപ്പാടെ വീടാണ് കേട്ടോ. തൊട്ട ബാക്കിൽ തന്നെയാണ് ഉപ്പാടെ അനിയൻ്റെ വീടും. അപ്പം ഞാൻ വീണ്ടും അല്ലാതൊന്ന് കണ്ടിട്ട് നടക്കുകയാണ്. നമ്മൾ ജനിച്ച് വളർന്ന വീടല്ലേ, അപ്പം അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് ആസ്വദിക്കുകയാണ്. എത്ര കണ്ടാലും മതിയാവില്ല നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ വീടും പരിസരമൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പാടെ വീട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇത് നമ്മുടെ കുഞ്ഞിപ്പാടെ മോളുടെ കരവിരുതുകളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അവിടെ ചോറൊക്കെ നല്ല തകൃതിയായിട്ട് വിളമ്പുന്ന തിരക്കിലാണ് എല്ലാവരും. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറ് തിന്നണ തിരക്കിലാണ്. ഇതിലും മോളും താത്താടെ മക്കൾ, കുഞ്ഞിപ്പാടെ മക്കൾ എല്ലാവരും ഉണ്ട്. അതാ ഫസ്റ്റ് അതാ വന്നിട്ട് തിരിച്ചു പോണ്. പിന്നെ ഇത് എൻ്റെ താത്തയാണ് കേട്ടോ. താത്തി അളിയനും. എനിക്കൊരു താത്തയും ഒരു അനിയനാണുള്ളത്. അപ്പോൾ അവർ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണ തിരക്കിലാണ്. അപ്പോൾ എല്ലാവരുടെയും ചോറേക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇനി നേരെ മുകളിലേക്ക് പോകുന്ന തിരക്കിലാണ്. ആ കൈ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ എൻ്റെ അനിയന്. അവനിവിടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇനി എല്ലാവരും സെൻറ്ററിലോട്ട് പോകുന്ന തിരക്കിലാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഫസ്റ്റൊക്കെ കാണാമെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ആനനെ ഒരുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെയിൻ സെൻറ്റർ. എവിടെയും ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ വിശേഷങ്ങൾ, നാട്ടിലെയും വീട്ടിലെയും ഒക്കെ. വീട്ടിലൊന്നും നിന്നിട്ടില്ല കേട്ടോ, തിരിച്ച് പോന്നൊക്കെയാണ്. പിന്നെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.